Hey, what's up, guys? Welcome to another video. ഓൾറെഡി ഒരു പൊസിഷൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു സീരീസായിട്ടുള്ള പൊസിഷനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മൊമെൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഈ നിഫ്റ്റിയിൽ ഓൾറെഡി നല്ല മുകളിലോട്ട് പോകുന്നുണ്ടായിരുന്നു. ഒരു സ്റ്റാർട്ടിങ്ങിലെ ഒരു ഫസ്റ്റ് ക്യാൻഡലിൽ ഒരു നോക്കുകയാണെങ്കിൽ ഒരു 50-60% കാണിച്ചു തരാം. 50-60% ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. ഏകദേശം നല്ലൊരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ മൂവ്മെൻറ്റ് വന്നിട്ടില്ല. ബാങ്ക് നിഫ്റ്റിയിൽ കുറച്ച് സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്തിട്ട് മുകളിലേക്ക് പോകാമെന്നുള്ളൊരു ടൈപ്പ് മൂവ്മെൻറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഉണ്ടായ സ്വിങ് നിഫ്റ്റിയിൽ 50% വന്ന സ്വിങ്ങിൻ്റെ താഴത്ത് ഒരു ക്യാൻഡിൽ വന്നപ്പോൾ ഞാൻ അവിടെ ഒരു 30 ക്വാണ്ടിറ്റി 2 ലോട്ട് ബൈ ചെയ്തിട്ടുണ്ട്. പൊസിഷൻ്റെത് കുറച്ചും കൂടി മുകളിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒരു പൊസിഷനും കൂടി ചിലപ്പോൾ ആഡ് ചെയ്യും. 60 ക്വാണ്ടിറ്റി ആക്കിയിട്ട് ഈ 2.6 വരെ ടാർഗറ്റ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നോക്കട്ടെ. ഈ VWAPിലൊരു സപ്പോർട്ട് അടിച്ചിങ്ങനെ നിൽക്കുന്ന പോലെ ഉണ്ട്. ആ VWAP ഒന്ന് ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഞാനൊരു ക്വാണ്ടിറ്റിയും കൂടി ആഡ് ചെയ്യും. ഇതിൽ നോക്കുമ്പോൾ മനസ്സിലാവും നിഫ്റ്റിയിൽ ഓൾറെഡി ആ ഒരു മൂവ് വന്നു. ബാങ്ക് നിഫ്റ്റിയിൽ വന്നിട്ടില്ല. ലോങ് ബിൽഡപ്പാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒക്കെ പോസിറ്റീവാണ്. ഇന്നലെ ഫെഡിൻ്റെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ശേഷം ഭയങ്കര മൂവ് എക്സ്പെക്റ്റഡ് ആയിരുന്നു. ഇന്ന് US മാർക്കറ്റൊക്കെ നല്ല രീതിയിൽ റോക്കറ്റ് പോലെ മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതുപോലൊരു മൂവാണ് ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സൈഡ് വൈസ് ആയിട്ട് ആൾക്കാരെ ഇവിടെ ട്രാപ്പ് ചെയ്യുക, ഈ ലോ ബ്രേക്ക് ചെയ്ത് സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ മുകളിൽ കുറേ SL ഉണ്ടാവും. അത് ഇപ്പം തന്നെ രാവിലത്തെ ഓപ്പണിംഗ് ടൈമിൽ തന്നെ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ദിവസം നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. മൂവ് വരുന്നുണ്ട്. ഇപ്പോഴും ആൾക്കാരെ കൊണ്ട് സെല്ല് ചെയ്യിപ്പിക്കാനുള്ള പ്ലാൻ തന്നെയാണ്. ഇവിടുന്ന് നിഫ്റ്റി മാത്രമേ മുകളിലേക്ക് പോകുന്നുള്ളൂ, ബാങ്ക് നിഫ്റ്റി മുകളിലേക്ക് പോകുന്നില്ല, നിങ്ങളിവിടെ സെല്ല് ചെയ്തോളൂ എന്നുള്ളൊരു സെറ്റപ്പിൽ ആ VWAPിൽ അടിച്ച് നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു ഇൻഡെക്സ് മൂവ് ചെയ്യുമ്പോഴും ഒരു ഇൻഡെക്സ് സൈഡ് വൈസ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഏത് ഡയറക്ഷനിലാണോ നമ്മൾ ബയസ് ഉള്ളത് ആ ഡയറക്ഷൻ്റെ സൈഡിലേക്ക് ഒരു ട്രാപ്പ് എന്തെങ്കിലും നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മൾ ബൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ സെല്ലേഴ്സ് എവിടെ ട്രാപ്പ് ആവണമെന്ന് നോക്കുക, എന്നിട്ട് അവിടെ എൻ്റർ ചെയ്യുക. ഓക്കെ, ഞാൻ ഒരു ക്വാണ്ടിറ്റിയും കൂടി ആഡ് ചെയ്യാൻ പോവാണ്. ഒരു ക്വാണ്ടിറ്റിയും കൂടി ആഡ് ചെയ്തു. ഓക്കെ, $332 ആഡ് ആയത്. 332 ഇപ്പോൾ SL വരെ 307 307 SL ആയി. 338 ഇത് ചേഞ്ച് ചെയ്ത് വെക്കണം.
ഞാനിതൊന്നും കൂടി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കോസ്റ്റ് ഓക്കെ മൂവ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു സ്വിങ് ഹൈ അല്ലേ ഇപ്പോൾ, ഡേസ് ഹൈൻ്റെ അവിടെ എത്തുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് നോക്കണം. അവിടെ നിന്ന് പിന്നെയും പെട്ടെന്ന് റിജക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് താഴത്തോട്ട് തന്നെ വരും. കാരണം അത്ര ആൾക്കാർ വളരെ അടുത്താണ് SL വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്ര ഒരു മൂവ് വരുമല്ലോ. കുറച്ച് ഡിസ്റ്റൻസിൽ SL വെച്ചല്ല, ഷോർട്ട് കവറിങ് വരുന്നുണ്ട്. എത്രയാണ് വരുന്നതെന്ന് അറിയില്ല. എൻ്റെ ടാർഗറ്റ് ഈ ബ്ലൂ ലൈനാണ്, ഇവിടെ ഈ റെഡ് ലൈൻ. ഓക്കെ, ഓ മോനെ നൈസ്. ഞാൻ ട്രേഡ് ചെയ്യുന്ന പാനൽ ഞാൻ ഇതിൽ കാണിക്കാത്ത വെച്ചാൽ 2 മോണിറ്റർ ഉണ്ട്. ഞാൻ രണ്ടും ഈ സെയിം മോണിറ്ററിലാക്കി കഴിഞ്ഞാൽ എനിക്ക് രണ്ടും ഒരേ ടൈമിൽ മോണിറ്റർ ചെയ്യാൻ പറ്റില്ല. ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം ഞാൻ കാണിച്ചു തരാം സ്ക്രീന്. ഓക്കേ, ഓ മോനെ പൊളി. എന്താ ട്രാപ്പ്, പക്ക ട്രാപ്പാണ്. ആൾക്കാരെ കൊണ്ട് സെല്ല് ചെയ്യിപ്പിച്ച് ഒരൊറ്റ പോക്കങ്ങ് പോയി. ഷോർട്ട് കവറിങ് വരുന്നുണ്ട് ഇന്ന്. ഷോർട്ട് കവറിങ്, ലോങ് ബിൽഡപ്പ് എല്ലാം വരുന്നുണ്ട്. ബ്രേക്ക് ചെയ്തു, ഇവിടുന്ന് ഇഞ്ഞും പോകണം. ഇത്ര ബ്രേക്ക് ചെയ്ത സ്ഥിതിക്ക് ഇവിടുന്ന് ഇഞ്ഞും പോകണം. മുഴുവനായിട്ട് ടാർഗറ്റ് എത്തുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതൊന്ന് കോസ്റ്റാക്കി വെച്ചാലെന്ന് ആലോചിക്കുന്നു. ഈ 2.6 ഈ സ്വിങ് എടുക്കുമ്പോൾ അവിടെ വരെ ഉള്ളൂ. ഞാൻ കോസ്റ്റാക്കി വെക്കണം, എന്നാൽ എനിക്ക് ഫ്രീ മൈൻഡായി അങ്ങ് റൺ ചെയ്യാൻ വിടാം. ഇത് തിരിച്ച് വന്ന് SL അടിക്കുമോ എന്നുള്ളൊരു പേടി എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം മൂവ് ആയില്ല, ഇനി കോസ്റ്റാക്കിയാലും കുഴപ്പമില്ല, പെട്ടെന്ന് ഒന്നും അടിക്കുകയൊന്നുമില്ല. Let's see. ഈ ചാർട്ടിൽ ഈ ബ്ലൂ ലൈനാണ് ടാർഗറ്റ്. ബ്ലൂ ലൈൻ ക്രോസ് ചെയ്താൽ ബ്ലൂ ലൈനിൽ SL വെക്കും. നല്ല മൂവ് വരുന്നല്ലേ, എത്ര പോകുന്നത് നമുക്കറിയില്ലല്ലോ. ടാർഗറ്റ് വെക്കുക. ഓൾമോസ്റ്റ് ടാർഗറ്റ് ഒരു 50% എന്തായാലും ക്രോസ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ ബാക്കിയുള്ളൂ. ഓക്കെ, നിഫ്റ്റി നല്ല പോക്കാട്ടോ. നിഫ്റ്റി നല്ല റോക്കറ്റാണ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി അതുപോലെ റോക്കറ്റാണ്, എന്നാലേ നമുക്ക് കാര്യമുള്ളൂ. റെഡ് ക്യാൻഡിൽ ചിലപ്പോൾ ഇൻറ്റിമിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാവും, ആൾക്കാരൊന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. താഴത്തോട്ടാണ്, ഇവിടുന്ന് സെല്ല് ചെയ്തോളെന്ന് പറയും. അപ്പോൾ കുറച്ച് ബുദ്ധിമാന്മാർ സെല്ല് ചെയ്യുകയും ചെയ്യും.
ഇതും സംശയമാണ്. ഈ ചെറിയ സ്വിങ് എടുക്കുമ്പോൾ 2.6 പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ ഈ റിവേഴ്സൽ വരുന്നത്. എന്തായാലും ഇത് കോസ്റ്റ് ആക്കി വെക്കാം. 330 എത്ര 333 ആയിരിക്കും. 332.88 ആണ്. അപ്പോൾ 3.3 ആക്കാം. 333 കോസ്റ്റ് ഓക്കെ. കോസ്റ്റ് ലെസ് എല്ലാം വെക്കാം. പോന്നു. ഇതിൽ ബ്ലൂ ലൈനക്ക് കുറച്ചും കൂടി ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുമ്പോഴത്തേന് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ആവുന്നുണ്ട്. പോണം. യെസ്. ബ്ലൂ ലൈൻ ടച്ച് ചെയ്താൽ എക്സിറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. റെഡ് എന്തായാലും ക്രോസ് ചെയ്തു. മോനെ പോന്നു. 2 പോയിൻ്റ് അല്ല എന്തായാലും. ഇത് 4 something വരെ പോവായിരിക്കും എന്ന് തോന്നുന്നു. ഇത് മൊത്തം ഈ സ്വിങ്ങിൻ്റെ 2 പോയിൻ്റ് ആണ് പോവുക. അപ്പോൾ ഈ എന്തായാലും നമ്മുടെ ഫുൾ ടാർഗറ്റ് എന്തായാലും കിട്ടും. ഇവരെ ഹോൾഡ് ചെയ്യാം. ഇവിടെ ബ്ലൂ ലൈൻ ക്രോസ് ചെയ്തു. ഷിറ്റ്, ബ്ലൂ ലൈൻ ക്രോസ് ചെയ്തു. പക്ഷെ പ്രീമിയത്തിൽ അങ്ങോട്ട് എത്തിയിട്ടില്ല. അങ്ങോട്ട് എത്തിയിട്ടില്ല. ഇത് പണിയാണ്. ചിലപ്പോൾ പെട്ടെന്ന് എക്സിറ്റ് ആവേണ്ടി വരും. ഓക്കെ, നമ്മുടെ നോർമൽ ചാർട്ടിൽ ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. ഫ്യൂച്ചേഴ്സിൻ്റെ ചാർട്ടിലും ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. പക്ഷെ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ മാത്രം എത്തിയിട്ടില്ല. അങ്ങോട്ട് കലങ്ങിയില്ല അറിഞ്ഞില്ല, അതുപോലെ അങ്ങ് എത്തിയിട്ടില്ല. ഹോൾഡ് ചെയ്യാം, എന്തായാലും ഹോൾഡ് ചെയ്യാം. എന്തായാലും ഇന്ന് ലോസ് വരില്ല. എന്തായാലും കോസ്റ്റാക്കി വെച്ചിട്ടില്ല, അതുകൊണ്ട് എന്തായാലും ലോസ് വരില്ല. കുറച്ച് താഴത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റിൽ എവിടെയെങ്കിലും എക്സിറ്റ് ചെയ്യാം. ഇന്നുണ്ട ഈ ഹൈറ്റ് ലോ മാർക്ക് ചെയ്യുമ്പോൾ 2.6 പറഞ്ഞത് ഒരു അറൗണ്ട് 506 വരെ വരും. 506 അതാണ് ടാർഗറ്റ്. നല്ല രീതിയിൽ ഷോർട്ട് കവറിങ് വന്നിട്ടുണ്ട്. നിർത്താനുള്ളൊരു ഇതൊന്നും ഇല്ല കേട്ടോ. ഫുള്ള് താഴത്തുനിന്ന് വരെ ആൾക്കാരെ സെല്ല് ചെയ്യിപ്പിച്ച് തിരിച്ച് വീണ്ടും കൊണ്ടുവരാം. ഒരു കണക്കിന് നോക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് സെല്ലേഴ്സ് വരണം നല്ല, എന്നാലേ അത് മുകളിലോട്ട് പോവുള്ളൂ. പട്ടേ 506 അത് മതി.
506 അല്ലേ? SL ഒന്ന് റെഡിയാക്കി വെക്കട്ടോ 506. ഓക്കെ, ഞാൻ എക്സിറ്റായി. ഞാനൊരു 508 എക്സിറ്റായി. ഒരു 10,500 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ബോയ്സ്, ജിജീസ്.